Hello. അപ്പോൾ സേതുവേട്ടനും ഞാനും ലച്ചും കൂടെ ലുലു മാളിൽ പോവാണ് കേട്ടോ. ഞങ്ങൾ ലുലു പോകണമെങ്കിൽ എപ്പോഴും മെട്രോയ്ക്കേ പോവുള്ളൂ, കാരണം ഞങ്ങൾക്ക് അതാണ് നല്ലത്. നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഇത്, ചങ്ങമ്പുഴ പാർക്കാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ലുലു മാളാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ബ്ലോക്കിൻ്റെ ഇടയിൽ പെട്ട് കിടക്കണേക്കാളും നല്ലത് നമുക്ക് ഈ മെട്രോയ്ക്ക് പോണതാണ്. നമുക്കപ്പോൾ സുഖമായിട്ട് അവിടെ കയറാം. അപ്പം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലച്ചുവിന് അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ പിടിച്ചു നിന്നോളാമെന്നും പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ ഭയങ്കര തിരക്കും ഉണ്ടായിട്ട് ഇവരെല്ലാവരും ലുലു മാളിലേക്ക് കയറാണ്. ലുലുവിലേക്ക് ഞങ്ങൾ ലച്ചുവിനെ അങ്ങനെ കൊണ്ടുപോകാറേയില്ല. സേതുട്ട് എപ്പോഴും സാറ്റർഡേ സൺഡേ പറയും ഭയങ്കര തിരക്കാണെന്ന് കൊണ്ടുപോകാറേയില്ല. എപ്പോഴും സെൻട്രൽ മോളിലും ഒബ്രോണിലൊക്കെയാണ് പോവാറത്. അപ്പോൾ ഒരു ബ്ലോക്ക് നോക്കിയാൽ നല്ല ഭംഗിയുണ്ടായിട്ട് നേരിട്ടാണ്. അതിൻ്റെ ചുമന്ന ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ ലച്ചു ഞാൻ ലുലുവിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്തോ അറിയില്ല. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. മാത്രമല്ല നമ്മളിന്ന് ലച്ചുവിന് ഷൂ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാണ് ലുലുവിൽ വന്നത്. പുള്ളിക്കാരുടെ ഷൂ പൊട്ടിപ്പോയി കേട്ടോ. പിന്നെ ഒരു ഷൂ ഉള്ളത് കാലൊക്കെ വലുതായിട്ട് ചെറുതായി പോയി. അപ്പോൾ എനിക്ക് ചെരുപ്പില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ നമുക്കെന്നാൽ പോകാം, നാളെ പോവാം, അച്ഛന് വർക്ക് ഉണ്ടെന്നുണ്ടോ അതൊന്നും പറഞ്ഞിട്ട് അവൾ കേൾക്കണുണ്ടായില്ല. എനിക്ക് ഇന്ന് തന്നെ ഷൂ വേണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ സേതുവിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നാൽ ലുലുവിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഇതേ പെരുന്നാളിൻ്റെ ഒത്തിരി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ കാണാനായിട്ട്. അപ്പം ഞാൻ മനസ്സ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും താഴെ പോകണം, നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്തന്നെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിട്ടോ. ലച്ചുവിന് പക്ഷേ ഷൂ മേടിക്കണം, അതാണ് ഷൂ മേടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഒരു സാധനം കാണാൻ സമ്മതിക്കുന്നുണ്ടായില്ല ഷോപ്പിൽ പോവാന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദേ ലുലു ഫാഷൻ സ്റ്റോറിലെത്തിയപ്പോൾ അവിടെ കയറി നമുക്ക് നോക്കാം ഷൂ ഉണ്ടോ നമുക്ക് നോക്കാമെന്നും പറഞ്ഞാൽ അവിടെ കയറുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ടായി, ഡ്രസ്സസ്. അപ്പം ഞാനതെല്ലാം വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഡ്രസ്സൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണല്ലേ, നോക്കാനും മേടിക്കാനും ഒക്കെ. അപ്പോൾ ഇതേ അവർ രണ്ടുപേരും മുന്നേ പോവാണ് കേട്ടോ. അവർക്ക് ഒരു എയിമുള്ളൂ ഷൂ. അപ്പോൾ ഇതേ നമ്മൾ അവിടെ എത്തി, അവരോട് വെച്ചപ്പോൾ ഏറ്റവും ബാക്കിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ എന്തൊക്കെയോ ചെരുപ്പിനൊക്കെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായി. നമുക്ക് വേറെ ചെരുപ്പൊന്നും വേണ്ട, നമുക്ക് ഷൂ ആണ് വേണ്ടത്. അപ്പം ഇതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷൂ ഏത് വാങ്ങണമെന്നുള്ള. ഫാൻസി ആയിട്ടുള്ള ഷൂ അവൾക്ക് മടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങണം. പിന്നെ കാല് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ വേനെടുക്കും, പൊട്ടലൊക്കെ ഉണ്ടായി. പിന്നെ പെട്ടെന്ന് അത് കേടായി പോയായിരുന്നു കേട്ടോ ആ ഷൂ. അപ്പം അതേ ഓരോ ഷൂ ഒക്കെ ഇട്ട് നോക്കുക. അപ്പം ഞാനിത് അയാളോട് ചോദിക്കിയത് ബോയ്സിൻ്റെ ആണോ എന്ന് നോക്കിയപ്പോൾ അല്ല, രണ്ടുപേർക്കും ഇവിടെ യൂണിസെക്സ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെയും ഞാനപ്പോൾ അവിടെ കൂടെയൊക്കെ പിന്നെയും ചെരുപ്പൊക്കെ നോക്കി അങ്ങനെ അത്യാവശ്യം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ ലച്ചുവിന് ഇഷ്ടപ്പെട്ടത് ഉണ്ടായില്ല. ആ ഷൂ അവൾ ഇട്ട് നോക്കിയിട്ട് അത്ര കംഫർട്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേറെ ഷോപ്പിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷൂ ഒന്നുമില്ല, ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എല്ലാവരും ഇങ്ങനെ കാണുന്നവരൊക്കെ നോക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളൊരു ഓഡിയൻസിൽ നിന്ന് ഒരു കുട്ടീനെ വിളിച്ചിട്ട് പെർഫോം ചെയ്യാൻ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇതും കൂടി കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ. അപ്പോൾ ആ കുട്ടി നന്നായിട്ട് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാരെ വിളിക്കുന്നുണ്ടായി, പക്ഷെ ആരും അങ്ങോട്ട് ചെല്ലണുണ്ടായില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് കണ്ടത് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെയ്തിട്ട് മതി ഇനിയും നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വന്നു കേട്ടോ. പിന്നെ അലഞ്ഞിരിഞ്ഞ് നടക്കാനുണ്ട്. ഇപ്പം ഞങ്ങളുടെ എനർജി മൊത്തം പോയിട്ടോ, കാരണം ഒരുപാട് കടയിൽ കയറി. നമുക്ക് ചില ഷൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ഭയങ്കര റേറ്റുമാണ് കേട്ടോ. 3000 4000 നമുക്ക് അത്രയും റേറ്റിൻ്റെ ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കി ഈ ലാസ്റ്റ് ഡേ ഈ ഷോപ്പിൽ കയറുകയാണ് നമുക്ക് ഉണ്ടോ നോക്കാനായിട്ട്. അപ്പം അവിടെ ഇല്ല. പിന്നെ അവിടെ ഭയങ്കര റേറ്റും ആയിരുന്നു കേട്ടോ, 3000 3500 അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ വേണ്ട വേറൊരു ഷോപ്പിലേക്ക് വന്നു കേട്ടോ. നമ്മൾ വെസ്റ്റ് സൈഡാണെന്നാ ചെയ്തത്, വെസ്റ്റ് സൈഡിൻ്റെ തന്നെ ഷോപ്പാണെന്നാണ് കേട്ടോ ചെയ്തേട്ടൻ പറഞ്ഞത്. അപ്പം അവിടെ നല്ല നമുക്ക് റീസണബിൾ ആയിട്ട് റേറ്റിൻ്റെ ഒരുപാട് ഷൂസ്, ഡ്രസ്സ്, ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഞാൻ ചെയ്തതാണ് കുറേ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കി വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലച്ചു വന്നിട്ട്
കുറേ ക്ലിപ്സ് കുഞ്ഞമ്മയ്ക്ക് വാങ്ങണോ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഷൂ വാങ്ങിയിട്ടുണ്ട്, അത് പക്ഷേ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ഇതേ ലച്ചു ഇതേ കുർത്തീസൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല കോട്ടൺ കുർത്തീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നമുക്ക് നെയിൽ പോളിഷ്, പെർഫ്യൂംസ്. അപ്പം സേതുട്ടൻ ബില്ലടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണേ. അപ്പം ഞാൻ ലച്ചും കൂടെ അതിൻ്റെ ഇടയിൽ ഞാൻ സേതുട്ടനോട് പറഞ്ഞു ഞങ്ങളൊന്ന് ഈ കടയൊക്കെ കറങ്ങി അടിച്ചിട്ട് വരട്ടെ, നമ്മളൊന്നും വാങ്ങണില്ലെങ്കിലും വെറുതെ അവിടെ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ നോക്കാമല്ലോ. അപ്പം ലച്ചുവിനോട് ഞാൻ പറയണത് ഇതൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചൂടെ, അവൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതേ ഞാൻ പറഞ്ഞു വാ നമുക്ക് ഇനി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാം. അപ്പം ഞാൻ അതിൻ്റെ പ്രൈസൊക്കെ നോക്കുമ്പോൾ ഒന്നും സമ്മതിക്കണില്ല കേട്ടോ. ലച്ചു വേണ്ട അമ്മ നോക്കണ്ട എന്നും പറഞ്ഞു. ലച്ചൊരു ഷോപ്പിംഗ് തീരെ താല്പര്യമില്ല കേട്ടോ. കാരണം അവൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഷൂ കിട്ടി. അപ്പം പിന്നെ വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഇത് കണ്ടോ ജെൻസിൻ്റെ സമ്മർ കളക്ഷനാണ് കേട്ടോ. അപ്പം ഇതിട്ട അത്ര ചൂടെടുക്കില്ലെന്നാണ് പറയണത്. അപ്പോൾ ഒരുപാട് സമ്മർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൽ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് പുറത്തോട്ട്, കാരണം അവിടെ നിന്ന് കാലുവേനി ഇടിക്കാൻ തുടങ്ങി. ഞാൻ ലച്ചും പുറത്തു നിന്ന് കുറച്ച് നേരം ഇരുന്ന് ചെയ്തിട്ട് അവിടെ ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് മോളിൽ പോയി ഫുഡ് കോർട്ടിൽ. അപ്പം ഞാൻ ലച്ചു ഹാപ്പിയായി. അപ്പം ലച്ചുവിൻ്റെ ഷൂ കാണണ്ടേ, ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ഷൂ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ കളർ തന്നെ ഉണ്ടാവും. അവൾക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു, ഇത് മതി എന്ന് പറഞ്ഞാൽ. ഒത്തിരി പിള്ളേർ ഈ ഷൂ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഷൂ ആണ്, ഇട്ടിട്ട് അവൾക്ക് നല്ല കംഫർട്ടാണ്. അപ്പോൾ സേതുരം പറഞ്ഞു നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറിയൊരു കുഞ്ഞു പിസ വാങ്ങി കഴിച്ചു. പിന്നെ സേതുട്ട് ഒരു ബർഗറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു പറഞ്ഞു ദേ അമ്മ ഇവിടെയും ഉണ്ട് ഡെക്കറേഷൻ, ഞാനവിടെ പോയി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ നേരം അവിടെ നിന്നിങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമുക്കിനി വീട്ടിലേക്ക് പോകണ്ടേ, പെട്രോയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോകണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചിക്കൻ കറി എന്ന്. പിറ്റേ ദിവസം പെരുന്നാളിന് എടുത്തതാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായി, ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതേ ചിക്കൻ കറി ഒന്ന് ആയി വരുമ്പോഴാണ് നമുക്ക് സെറ്റായിട്ട് തോന്നുള്ളൂ. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ കറിക്ക്. എല്ലാവരും നല്ല അഭിപ്രായവുമായിരുന്നു. പിന്നെ നെയ്ച്ചോറ് ഞാൻ എപ്പോഴും ഉണ്ടാക്കണതാണ്. അപ്പം അതേ ഇതായിരുന്നു ഞങ്ങളുടെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ. അപ്പം ഈദ് മുബാറക്ക് കഴിഞ്ഞു വന്നാൽ